എല്ലാ പ്രണയബന്ധങ്ങളെയും ബാധിച്ചേക്കാവുന്ന ഒരു ചെയ്തിയാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തുന്നു. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഗ്രീഷ്മയുടെ ഈ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്നത്. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ജ്യൂസ് നൽകിയപ്പോൾ എന്ന് പറയുന്നത് കഷായം നൽകിയപ്പോൾ എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയുടെ പദ്ധതി ഷാരോണിന് അറിയില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അവൾ ചലഞ്ചിന് വേണ്ടി കൊടുത്ത കഷായത്തിൽ വിഷമുണ്ട് എന്ന് ആ നിമിഷം ഷാരോൺ അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഷാരോൺ പുറത്തേക്ക് ഇറങ്ങി അസ്വസ്ഥത വന്ന് ശ്രദ്ധിക്കുമ്പോൾ മാത്രമായിരിക്കും എന്തോ ഒന്നുള്ളിലേക്ക് ചെന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടായിരിക്കും അയാൾ പറഞ്ഞത് ഗ്രീഷ്മ എന്നെ ചതിച്ചു എന്ന് കൂട്ടുകാരനോട് പറഞ്ഞത്. പക്ഷേ ഈ നിരീക്ഷണം വളരെ വ്യക്തമാണ്. ഗൗരവമായ ഒരു ശിക്ഷയിലേക്ക് കോടതി പോകുന്നു എന്നുള്ള സൂചനയാണ്. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശം. അതായത് എല്ലാ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരും പങ്കാളിയെ സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോടെ വീക്ഷിക്കാനുള്ള ഒരു സാധ്യത തുറന്നിടുകയായിരുന്നു ഈ ഗ്രീഷ്മയുടെ ചെയ്തി എന്നുള്ളത്. വിശുദ്ധമായ പ്രണയമെന്ന ഒരു വികാരത്തെ അങ്ങേയറ്റം കളങ്കപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയിൽ വാദം നടന്നപ്പോൾ പറഞ്ഞത് ഗ്രീഷ്മ കൊന്നത് ഷാരോണിനെ മാത്രമല്ല പ്രണയമെന്ന വികാരത്തെ തന്നെയാണ് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു വെച്ചത്. ആ വികാരം കോടതി എന്തായാലും ഉൾക്കൊള്ളുകയാണ്. ഷാരോൺ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിഷം കലക്കി കൊടുത്ത് അവിടെ നിന്നും ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് വരുന്നു. ഷാരോൺ വയ്യാതാകുന്നു, ആശുപത്രിയിൽ പോകുന്നു, മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. ഈ ഒരു കുറ്റം ചെയ്തു എന്ന നല്ല ബോധ്യം ഗ്രീഷ്മയ്ക്കുണ്ടല്ലോ. താൻ ഇത്രയും കാലം സ്നേഹിച്ച തന്നെ ഗ്രീഷ്മ സ്നേഹിച്ചോ എന്ന കാര്യത്തിൽ അറിയില്ല, പക്ഷേ തന്നെ ഇത്രയും കാലം ആത്മാർത്ഥമായി സ്നേഹിച്ച ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും ഒരു 5 ദിവസം 11 ദിവസമാണ് ആകെ കിടന്നത്. ആദ്യത്തെ ഒരു 5 ദിവസത്തിനുള്ളിലെങ്കിലും ഗ്രീഷ്മയ്ക്ക് ഒരു പശ്ചാത്താപം ഉണ്ടായി, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാമെന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അനന്തൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ അവർക്കുണ്ടായില്ല എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞത്. അതിലെന്ത് ശിക്ഷയുണ്ടാകും? പരമാവധി ശിക്ഷ എന്ന തരത്തിലുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടുകഴിയേണ്ടത്. നിലവിലത്തെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാവുന്ന നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ കോടതി നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഗ്രീഷ്മയുടെ ചെയ്തി സമൂഹത്ത് മനസാക്ഷിയെ ഞെട്ടിച്ചു എന്നതിന്റെ തെളിവാണ് ഈ നെയ്യാറ്റിൻകര കോടതിക്ക് മുൻപിൽ നിൽക്കുന്ന ഈ ആൾക്കൂട്ടം. എല്ലാവരുടെയും മുഖം ആ കോടതി സമുച്ചയത്തിലേക്കാണ്. മാധ്യമങ്ങൾ അങ്ങോട്ട് മുഖം തിരിച്ചു നിൽക്കുന്നു. കോടതിയിൽ നിന്ന് എന്താണ് പുറത്തു വരുന്ന വാർത്ത എന്നുള്ളത്. ഇവിടെ ഈ കടയ്ക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം മുഖത്ത് ആകാംക്ഷയാണ്. 23 മിനിറ്റ് പിന്നിടുകയാണ് കോടതി ഈ ശിക്ഷാവിധി വായിച്ചു തുടങ്ങിയിട്ട്. കോടതിയുടെ ഗൗരവമായ നിരീക്ഷണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു.